രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണക്കപ്പൽ മുങ്ങിത്താണപ്പോൾ കൂട്ടത്തോടെ LDF-ലെ വലിയൊരു വിഭാഗം മന്ത്രിമാരും തോറ്റ് തുന്നമ്പാടി. കപ്പിത്താനായ പിണറായി വിജയന് പോലും മുട്ടിടിച്ചതോടെ മന്ത്രിസഭയിലെ 14 മന്ത്രിമാരാണ് ദയനീയമായി പരാജയപ്പെട്ടത്. ധർമ്മടത്ത് 7ാം റൗണ്ട് വരെ പിന്നിലായിരുന്ന പിണറായി വിജയന്റെ നെഞ്ചിടിപ്പ് ഞൊടിയിടയിലാണ് കൂടിക്കൊണ്ടിരുന്നത്. എങ്ങനെയൊക്കെയോ അവസാന റൗണ്ടുകളിൽ പിണറായി മാനം കാത്തു എന്ന് പറയണം. മുഖ്യമന്ത്രിയുടെ 2016-ലെ 50,123 എന്ന കൂറ്റൻ ഭൂരിപക്ഷം 19,247 ഒതുങ്ങി. അപ്പോഴേക്കും മന്ത്രിസഭയിലെ വമ്പന്മാരൊക്കെ മുങ്ങിത്താണിരുന്നു. BJP പൂട്ടാൻ ഇരട്ടപ്പൂട്ടുമായി ഇറങ്ങിയ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോട് 4,09,078 വോട്ടുകൾക്ക് ദയനീയമായി പരാജയപ്പെട്ടു. SDPIയുടെ പിന്തുണ പരസ്യമായി ലഭിച്ചിട്ടും ശിവൻകുട്ടിക്ക് ഒരിക്കൽ പോലും ലീഡ് ഉയർത്താനായില്ല. BJPയുടെ കുമ്മനം രാജശേഖരനെ 3,949 വോട്ടിന് പരാജയപ്പെടുത്തിയപ്പോൾ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചെന്നായിരുന്നു ശിവൻകുട്ടിയുടെ അവകാശവാദം. രണ്ടാം പിണറായി സർക്കാരിനെ കപ്പലായും മുഖ്യമന്ത്രിയെ കപ്പിത്താനായും വിശേഷിപ്പിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജിന് 18,985 വോട്ടുകൾക്ക് ആറന്മുളയിൽ ശ്വാസം നിലച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കുൾപ്പെടെ ഒത്താശ ചെയ്ത ദേവസ്വം മന്ത്രി VN വാസവൻ ഏറ്റുമാനൂരിൽ 19,752 വോട്ടിന് പൊട്ടിയപ്പോൾ കളമശ്ശേരിയിൽ മത്സരിച്ച വ്യവസായ മന്ത്രി P രാജീവ് 16,312 വോട്ടിന് പരാജയം ഏറ്റുവാങ്ങി. തദ്ദേശ മന്ത്രി MB രാജേഷിനെ 8,385 വോട്ടിനാണ് തൃത്താലക്കാർ പുറന്തള്ളിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിനെ 10,212 വോട്ടിന് ഇരിങ്ങാലക്കുടക്കാരും വലിച്ചെറിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മന്ത്രിയായ പട്ടികജാതി പട്ടികവർഗ മന്ത്രി OR കേളുവിനെ 10,543 വോട്ടുകൾക്കാണ് മാനന്തവാടിക്കാർ പുറത്താക്കിയത്. കായിക മന്ത്രി V അബ്ദുറഹ്മാന് 24,137 വോട്ടിന് തിരൂരും നഷ്ടമായി. CPIയുടെ മൃഗസംരക്ഷണ മന്ത്രി J ചിഞ്ചുറാണി ചടയമംഗലത്ത് 7,486 വോട്ടിനാണ് തോറ്റത്. 2011 മുതൽ പത്തനാപുരം കുത്തകയാക്കിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ 8,310 വോട്ടിന് ഇത്തവണ മണ്ഡലം കൈവിട്ടു. ഇടുക്കിയിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ മുങ്ങിത്താണത് 23,822 വോട്ടിനാണ്. വനം മന്ത്രി AK ശശീന്ദ്രൻ ഏലത്തൂരിൽ 12,162 വോട്ടിനും തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ 18,551 വോട്ടിനും നിയമസഭയിൽ നിന്ന് പുറത്തായി. കടന്നപ്പള്ളിക്ക് തൊട്ടുമുൻപ് തുറമുഖ മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലും കോഴിക്കോട് സൗത്തിൽ 10,795 വോട്ടിന് പരാജയം ഏറ്റുവാങ്ങി. ജയിച്ച മന്ത്രിമാർക്കാകട്ടെ കാര്യമായി ഭൂരിപക്ഷം ലഭിച്ചതുമില്ല. ധനമന്ത്രി KN ബാലഗോപാലന്റെ ഭൂരിപക്ഷം കൊട്ടാരക്കരയിൽ 1,012 മാത്രമാണ്. ബേപ്പൂരിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭൂരിപക്ഷം 7,487 ഒതുങ്ങി. ചെങ്ങന്നൂരിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന് മാത്രമാണ് CPM മന്ത്രിമാരിൽ ഭൂരിപക്ഷം 5 അക്കത്തിലെത്തിയത്. CPIയിൽ നെടുമങ്ങാട് മത്സരിച്ച ഭക്ഷ്യമന്ത്രി GR അനിൽ 21,583 ചേർത്തലയിൽ കൃഷിമന്ത്രി P പ്രസാദ് 14,489 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയതാണ് ഏക ആശ്വാസം.